ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് സമൂസയാണ്. അതിനാവശ്യമായിട്ട് ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം. പാത്രം ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അല്പം വേപ്പില ഇടാം. സവാള ചേർത്ത് കൊടുക്കാം. ചെറുതായി അരിഞ്ഞു വെച്ച സവാള, ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലും കൂടെ അടിച്ചേക്കണേ. നോമ്പ് എവിടം വരെ, ചൂട് സമയമൊക്കെ അല്ലേ. നന്നായിട്ട് ചിക്കൻ സമൂസ ആണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ ചിക്കൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും മസാലപ്പൊടിയും അല്പം കുരുമുളകും ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് നേരം ഇതൊന്ന് മൂടി വെക്കാം. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ചേർക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പച്ചമണമെല്ലാം നന്നായി മാറിയിട്ടുണ്ട്. അല്പം മല്ലിയില ചേർത്തു. അല്പം ക്യാരറ്റും കൂടെ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇടുവാണ്. ആവശ്യമുണ്ടെങ്കിൽ എല്ലാ പച്ചക്കറിയും ചേർക്കാം. ക്യാരറ്റ് മാത്രമേ ഉള്ളൂ, അത് മാത്രം ചേർക്കാം. ഈ ഒരു മസാല തന്നെ ഞാൻ കട്ട്ലേറ്റിനും ഉപയോഗിക്കുന്നത്. നിങ്ങൾ അങ്ങനെ തന്നെയാണോ ചെയ്യുന്നത്? ഒന്ന് കമൻ്റ് ഇട്ടേക്കണേ. പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി ഇതെല്ലാം നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക, പച്ചമണം മാറുന്നത് വരെ. ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ്റെ വെള്ളം ഞാൻ ഇച്ചിരി ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കും. നമുക്ക് 5 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. അപ്പോൾ ആ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നമുക്കിനി ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കുക. അപ്പോൾ ഫില്ലിംഗ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ പകുതി എടുത്തിട്ട് ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കും. ബാക്കി സമൂസ ഫില്ലിംഗ് ആക്കാനും നിറക്കും. സെറ്റായിട്ടുണ്ട്. ഇനി ഫില്ല് ചെയ്യുമ്പോൾ കാണാം. ഇനി നമ്മുടെ സമൂസ ഫില്ല് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ മസാലയും സമൂസ ഷീറ്റും അല്പം മൈദ കലക്കി ഒട്ടിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഈ തുമ്പ് ഇങ്ങോട്ട് മടക്കുക. അതിനുശേഷം ഇത് ഇങ്ങനെ വെക്കുക. നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് ചേർത്ത് ഒട്ടിക്കാം. അപ്പോൾ നമ്മുടെ സമൂസ ഫില്ലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊരിച്ചെടുക്കാം. നമ്മുടെ ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായി ഉണ്ടാക്കിയെടുക്കാം. ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്കൊന്ന് മൊരിക്കാം. ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ലവണ്ണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് എടുക്കാം. ഇങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ സമൂസ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, ബായ്, അസ്സലാമു അലൈക്കും.